ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ദൃശ്യം 3 ജിത്തു ജോസഫ് സംവിധാനത്തിലെ മോഹൻലാൽ നായകനാകുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ചിത്രം ദൃശ്യം 2, ഇപ്പൊ ദൃശ്യം 3 മെയ് 21 ലാലേട്ടൻ്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഏപ്രിൽ 2, 2026 സാധാരണ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. വാഴ 2 റിലീസ് ചെയ്ത ദിവസം. ബട്ട് പ്രോപ്പർ റീസണും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പം മെയ് 21 റിലീസ് ചെയ്യുന്നത്. അവർ ഒരു ബിഹൈൻഡ് ദ സീൻസ് റിലീസ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ ദൃശ്യം 3 ബന്ധപ്പെട്ട്. അറിയാം, ആന്റണി പെരുമ്പാവൂരാണ് പ്രൊഡ്യൂസർ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്ലിംസ് നമുക്കൊന്ന് കണ്ടുപോകാം. ജയന്തി, പനോരമ സ്റ്റുഡിയോസ്, ആന്റണി പെരുമ്പാവൂർ, ജിത്തു ജോസഫ്. ആശീർവാദ് സിനിമാസ്. ഇത് ഷൂട്ടിങ്ങിന് വരുന്നതാ. ട്രാൻസ്ഫോർമേഷൻ എന്നാ ലുക്കാണ്. പടത്തിന് ട്രെയിലറും ടീസറൊക്കെ നിങ്ങളെ കണ്ടാണ്. ബിഹൈൻഡ് സീൻസിൽ പോലെ ഇത്രയും ലുക്കായിട്ടിരിക്കുന്നുണ്ട് ലാലേട്ടൻ. 21 മെയ് 2026 21 മെയ്നാണ് റിലീസ് വരുന്നത്. തീർച്ചയായിട്ടും പല നെഗറ്റീവുകളും വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലറും കാര്യങ്ങളൊക്കെ ടീസർ വന്നിരുന്നു. അപ്പോൾ കാണാൻ സീരിയൽ ടൈപ്പാണ്, എന്തോന്നിടെ ഉറങ്ങിപ്പോകുന്ന, ജിത്തു ജോസഫ് ഉറക്ക ഗുളിയാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. ബട്ട് ട്രെയിലർ വന്നപ്പോൾ ആ ഒരു ടോക്ക് മാറിയിട്ടുണ്ട്. കാരണം ട്രെയിലറിൽ കുറച്ചുകൂടെ നല്ലൊരു സാധനം വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ അടുത്ത് നിന്നും ഡയറക്ടറിൻ്റെ അടുത്ത് നിന്നും. ചിലപ്പോൾ ആ ടീസറിന് ഇങ്ങനെ മുഷിപ്പിച്ചിട്ട് ട്രെയിലറിൽ നല്ല രീതിക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും ജിത്തു ജോസഫ് പ്ലാൻ ചെയ്തെന്നും അറിയില്ല. ബട്ട് ട്രെയിലർ നന്നായിട്ടുണ്ടായിരുന്നു. കത്തിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ലാലേട്ടൻ്റെ ഒരു സംസാരത്തിൽ, ഒരു ഇടർച്ചയിലും എല്ലാം കഴിഞ്ഞു എന്നുള്ള സംസാരങ്ങൾ. ഇതിൽ തോന്നുന്നത് ഇനിയിപ്പം പല ഫാൻ തിയറീസും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എസ്തറിനെ, രണ്ടാമത്തെ മകളുടെ ആരെങ്കിലും ബോയ് ഫ്രണ്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ കൊല്ലുമായിരിക്കുമോ. കാരണം ലാലേട്ടൻ പറയുന്നുണ്ട് എത്ര പേരെ കൊന്നെന്ന്, അല്ലെങ്കിൽ എത്ര പേര് ഇനി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. അതായത് ഒരു സസ്പീഷ്യസ് മിസ്റ്റീരിയസ് ലെവലിൽ അങ്ങനെ പറയാതെ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു മെത്തേഡായിരുന്നു അത്. അപ്പോൾ ഇനി കണ്ടു തന്നെ അറിയണം അതെന്താണ് ഉദ്ദേശിച്ചത്, അത് എന്തിനാണെന്ന് ഉദ്ദേശിച്ചതെന്ന്. ജിത്തു ജോസഫിനോട് ഒരുപാട് പ്രതീക്ഷ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആരും വയ്ക്കുന്നില്ല. കാരണം പുള്ളിയുടെ 1-2 പടങ്ങളൊക്കെ ഇപ്പോൾ റിലീസ് ചെയ്തപ്പോൾ ഇതേപോലെ ത്രില്ലറും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പടങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളി ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞ് അടിച്ച് കുറേ ത്രില്ലും ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ അടിച്ച് ഭാര്യയൊക്കെ ഇട്ടെന്ന് ബോറടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് മിറാഷോ, ആസിഫ് അലിയും ഒക്കെ ഉള്ള ആ പടം എന്താണെന്ന് ആ ഫസ്റ്റ് സീനിൽ തൊട്ട് എല്ലാവർക്കും മനസ്സിലാവും ഇത് എവിടെയായിട്ടാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതുപോലെ തന്നെ മിറാഷിൽ നടന്നിട്ടുമുണ്ട്. ബട്ട് എന്നിരുന്നാലും ജിത്തു ജോസഫ് ദൃശ്യം ഫ്രാഞ്ചൈസിലേക്ക് വരുമ്പോൾ ഒരുപാട് അകലെ തന്നെയാണ്, വേറൊരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ദൃശ്യം 2 ദൃശ്യം 3 നന്നായിട്ട് വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ബട്ട് ദൃശ്യത്തിനേക്കാളും ദൃശ്യം 2 ദൃശ്യം 3 ഒക്കെ നന്നായിട്ട് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്നിരുന്നാലും നമുക്ക് കണ്ടു നോക്കുക. കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, ആദ്യ ഭാഗത്തിനേക്കാളും 2ാം ഭാഗത്തിന് 3ാം ഭാഗമായിരിക്കാലോ ചിലപ്പോൾ കൂടുതൽ സൂപ്പറായിട്ട് വരുന്നത്. ഇതിലെ ഈ സെയിം കാസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. മുരളി ഗോപി, ആശ ചേർത്തി, സിദ്ദീഖ്, മീന, സ്തറനിൽ, അൻസിബ, ലാലേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സിനിമ പോകുന്നത്? അപ്പോൾ തുടക്കം തൊട്ടേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിരിക്കും എന്നാണ് തോന്നുന്ന പടം. കാരണം ട്രെയിലർ മുഴുവൻ സീരിയസ് ടൈപ്പിലാണ് കാണിച്ചിട്ടുള്ളത്. ബട്ട് ബിഹൈൻഡ് ദ സീൻസ് എല്ലാം കൂളായിട്ട് തന്നെ ഉണ്ട്, ഹാപ്പി ആയിട്ട് എല്ലാവരും ഉണ്ട്. ലാലേട്ടൻ്റെ ലുക്ക് വൈസും നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് ലാലേട്ടൻ. പടം 21 വരുന്നത്. നല്ല രീതിക്ക് തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ജിത്തു ജോസഫ് ഒരു നല്ല പടം പണിക്കൂട്, ഉറക്കക്കുളിയൊന്നും കൊടുക്കല്ലേ, കണക്കും ഇല്ലാതെ തിരിച്ചു കിട്ടും.